മാം നല്ല ചൂടുള്ള പുട്ടും കടലേ. ഓക്കെ, പുട്ട് ഐ വുഡ് ഗിവ് ഇറ്റ് അറൗണ്ട് an 8 on 10 ബിക്കോസ് ഒരു 150 ഗ്രാം പുട്ട് എടുത്തു കഴിഞ്ഞാൽ ഹാർഡ്ലി ഒരു 150 to 200 കാലറീസ് വരുന്നുള്ളൂ. ഒന്ന്. രണ്ടാമത്തെ കാര്യം, അതിൻ്റെ കൂടെ തന്നെ കടലക്കറിയോ അല്ലെങ്കിൽ ഒരു മുട്ടയൊക്കെ ആഡ് ചെയ്യുകയാണെങ്കിൽ കോംപ്ലെക്സ് കാർബോഹൈഡ്രേറ്റ്സ് ആയതുകൊണ്ട് തന്നെ ഡൈജസ്റ്റ് ചെയ്യാൻ സമയമെടുക്കും. ഗ്ലൈസിമിക് ഇൻഡെക്സ് മോഡറേറ്റ് ആണ്, പക്ഷേ ഇറ്റ്സ് സ്റ്റിൽ എ ഗുഡ് ന്യൂട്രീഷ്യസ് ഫുഡ്. ഇഡലിയും ദോശയാണെങ്കിലും രണ്ട് കാറ്റഗറിയിൽ വരും, ഓൾദോ സെയിം മാവാണെങ്കിലും. സോ ഇഡലിക്ക് ഞാനൊരു 9 on 10 കൊടുക്കും ബിക്കോസ് ഇറ്റ് ഇസ് ആക്ച്വലി എ കംപ്ലീറ്റ് മീൽ. ഫെർമെൻറ്റഡ് ഫുഡ് ആയതുകൊണ്ട് പ്രോബയോട്ടിക്സ് ഉണ്ട്, ഗ്ലൈസിമിക് ഇൻഡെക്സ് വളരെ കുറവാണ്. ഓൾമോസ്റ്റ് അപ് ടു 3 ഇഡലിയൊക്കെ കഴിച്ചാലും ഏകദേശം 80 to 90 കാലറീസേ വരുന്നുള്ളൂ. സോ ഇറ്റ്സ് എ ഗുഡ് മീൽ. ദോശ എന്നാൽ അങ്ങനെയല്ല. ദോശ നമ്മളൊരു 1 മീഡിയം സൈസ് ദോശ കഴിക്കുമ്പോൾ തന്നെ അറൗണ്ട് 150 കാലറീസ് വരുന്നുണ്ട്. ബട്ട് ഇറ്റ് ഇസ് ഓൾസോ ഫെർമെൻറ്റഡ്, പ്രോബയോട്ടിക്സ് ഉണ്ട്, പ്രോട്ടീനും ഉണ്ട്. ഇതിലേക്ക് ഞാൻ ചെയ്യുന്ന ഒരു കാര്യം കുറച്ച് മില്ലറ്റ്സിൻ്റെ പൊടിയോ അല്ലെങ്കിൽ കുറച്ച് പൊടിപ്പിച്ച പയറോ സാധനങ്ങളൊക്കെ ഇടും. സോ ഇറ്റ് മേക്സ് ഇറ്റ് മോർ ഫോർ ഹാവിങ് 1 ദോശ. ഉപ്പുമാവ് ഐ വുഡ് ഗിവ് ഇറ്റ് 6 on 10 ബിക്കോസ് ഇറ്റ് ഈസ് മെയ്ഡ് ഫ്രം ദുറും വീറ്റ് ആൻഡ് ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറച്ച് കൂടുതലാണ്. ആൻഡ് 150 grams ഉപ്പുമാവ് കഴിക്കുമ്പോൾ തന്നെ അറൗണ്ട് 300 കിലോ കാലറീസ് ഉണ്ട്. ആൻഡ് ഇത് ആക്കണമെങ്കിൽ യു ഹാവ് ടു ആഡ് എ ലോട്ട് ഓഫ് വെജിറ്റബിൾസ് ടു ഇറ്റ്. തീരെ എണ്ണ ഉപയോഗിക്കരുത്. യു ഹാവ് ടു ഓൾട്ടർനേറ്റ് വിത്ത് ഗുഡ് ഫാറ്റ്സ് ലൈക്ക് ഗീ അങ്ങനത്തെ ഒക്കെ വെച്ചിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ആഴ്ചയിൽ ഒരിക്കലൊക്കെ കുഴപ്പമൊന്നുമില്ല. അപ്പം ആൻഡ് മുട്ടക്കറി അഗൈൻ ഫെർമെൻറ്റഡ് ഫുഡാണ്, പക്ഷെ പ്രോട്ടീൻ കുറച്ച് കുറവാണ്. ഗ്ലൈസിമിക് ഇൻഡെക്സ് നിങ്ങൾ അതിൽ ആഡ് ചെയ്യുന്ന ഫെർമെൻറ്റ് ചെയ്യാൻ ആഡ് ചെയ്യുന്ന ഷുഗർ അതൊക്കെ അനുസരിച്ചിരിക്കും. ബട്ട് ഇറ്റ് ഈസ് എ ഗുഡ് ഓപ്ഷൻ ബിക്കോസ് ഇറ്റ്സ് ഗുഡ് ഫോർ ദ ഗട്ട്. ആൻഡ് മുട്ടക്കറിയുടെ ഒക്കെ കൂടെ കഴിക്കുകയാണെങ്കിൽ ഒരു 7 on 10. പൂരി ഭാജി രണ്ടിനെ രണ്ടായിട്ട് കാണണം. 3 ചെറിയ പൂരിയൊക്കെ കഴിച്ചാൽ ശരിക്കും പറഞ്ഞാൽ 90 കാലറീസേ ഉള്ളൂ. പക്ഷേ ഓയിലിൽ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുന്നതുകൊണ്ടും വീറ്റ് ആയതുകൊണ്ടും ചില സ്ഥലത്ത് അതൊക്കെ മൈദ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. സോ ഇറ്റ്സ് നോട്ട് വെരി ഹെൽത്തി, ലോ ഫൈബർ ആൻഡ് നോട്ട് റിയലി എനി പ്രോട്ടീൻ കണ്ടൻറ്റ്. പക്ഷേ ഭാജിയുടെ കൂടെ കഴിക്കുമ്പോൾ ഇഫ് യു ആഡ് വെജിറ്റബിൾസ് ലൈക്ക് ക്യാരറ്റ് ആൻഡ് ഓൾ ദറ്റ് സ്റ്റഫ് ആൻഡ് പൊട്ടറ്റോ കുറച്ചൊന്ന് കുറയ്ക്കുകയാണെങ്കിൽ ആ കാലറിക് വാല്യൂ കുറയുന്നതുകൊണ്ട് തന്നെ ഇറ്റ്സ് ഓക്കെ. ബട്ട് സ്റ്റിൽ ഐ വുഡ് റേറ്റ് ഇറ്റ് ഓൺലി 4 on 10. മാം അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ ഫേവറേറ്റ് ആയ പൊറോട്ടയും ബീഫും എത്ര എണ്ണം? ഒരു 2 പൊറോട്ടയും ഒരു 100 ഗ്രാം ബീഫും മതിയോ? ശരി, അതിനാണെങ്കിൽ 400 മുതൽ 500 കാലറി വരെ ഉണ്ട്. വളരെ ബാഡ് ഫുഡാണ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ് ബിക്കോസ് ഗ്ലൈസിമിക് ഇൻഡെക്സ് വളരെ ഹൈ ആണ്. ഭയങ്കര അധികം കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്, സാച്ചുറേറ്റഡ് ഫാറ്റ്സ് ഉണ്ട്, തീരെ ഫൈബർ ഇല്ല. സോ ബേസിക്കലി നിങ്ങളുടെ രുചിക്ക് വേണമെങ്കിൽ കഴിക്കാം, പക്ഷെ ഐ വുഡ് ഗിവ് ഇറ്റ് 0 on 10 ബിക്കോസ് ഇറ്റ്സ് നോട്ട് ഹെൽത്തി അറ്റ് ഓൾ. വേറെ സ്പെസിഫിക് അസുഖങ്ങളൊന്നും ഇല്ലെങ്കിൽ എല്ലാ ഫുഡും നിങ്ങൾക്ക് വല്ലപ്പോഴൊക്കെ ഒരു പൂതി മാറ്റാൻ വേണ്ടി കഴിക്കാം. പക്ഷേ ആരോഗ്യത്തിന് പണി കിട്ടാതെ കഴിവതും അത് ന്യൂട്രീഷ്യസ് ആയിട്ട് കഴിക്കാൻ നോക്കുക. സോ ഇതിൽ പറയാത്ത വേറെ ഏതെങ്കിലും ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ.